വില്ലനാണ് ഈ ചിത്രത്തിൽ? പറഞ്ഞ ഒന്നും മനസ്സിലായി. 2-3 ദിവസം കൂടെ വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ? അങ്ങനെ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അടുത്ത കാലത്ത് ജനിച്ചവരാണ്. സിനിമയിൽ ആ കഥാപാത്രത്തിന് മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ലാണ്. ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകൻ. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനം. വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ടോ ഓരോ അന്വേഷണത്തിലും എന്നാണ് കണ്ണൂർ സ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രമേഹത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിൽ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം. അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്ന കലാകാരന്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ ഷൂട്ടിങ്ങിനൊന്നും വിചാരിച്ച കാര്യങ്ങളല്ല. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിതെങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവജ്ഞമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമ്മൾക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മെസ്സേജർ കൂട്ടി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്പെക്റ്റ് വെച്ചത്. പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോ അത് ഇപ്പോ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പൊ ആ വിധത്തിൽ ഇപ്പോ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ മമ്മൂക്ക എന്ന താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെ തുടർന്നു പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയും, അതുപോലെ പരീക്ഷണമാണ്. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിനെ ഞാൻ സമ്മതം കൊടുക്കുന്നു മാത്രം. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ട്? ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്. ഞാൻ ഒരുപാട് ഇതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഒന്നും പറ്റൂല. എന്ത് കാണാൻ നമ്മൾ കാണുന്ന നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നും ഇല്ല. സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യ ആകാശത്ത് നിന്ന് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും. കളിയാക്കണം.
തൊട്ടടുത്തുള്ള സിനിമ കാണാം, എന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ആ ചോദ്യം. നമുക്ക് ചെയ്യുന്ന ഓരോ കഥാപാത്രമായാലും ഒരു യൂണീക്ക് ആയിട്ട് ഫീൽ ഉണ്ടാവും. അത് ആ കഥ ആക്ഷൻ ആയിരിക്കാം, എക്സ്പ്രഷൻ ആവാം. ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും അവസാനം ആ വെള്ളത്തിൽ തീർക്കുന്ന ഒരു സാധനം അത് മമ്മൂക്കയുടെ കാരണം ഡയറക്ടർ തന്നെ പറയുമായിരുന്നു ഇങ്ങനെ വേണം ചെയ്യാൻ. നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനിക്കാൻ ശ്രമിച്ചു അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമേ, എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, കഴിയിട്ടിട്ട് പോയി കളയും നമുക്ക് ടർബോ തിയേറ്റർ കുലുക്കും, ഇപ്പൊ കുലുക്കല് ട്രെൻഡാണല്ലോ.